നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ SFIOയുടെ അന്വേഷണം ആവശ്യമില്ല എന്ന് ഹൈക്കോടതിയിൽ വാദിക്കുന്നതിന് വേണ്ടിയിട്ടെത്തിയ പുറമേ നിന്നുള്ള അഭിഭാഷകന് KSIDC നൽകിയത് 82.5 ലക്ഷം രൂപ. KSIDCക്ക് നിയമോപദേശം നൽകാൻ സ്ഥിരം അഭിഭാഷകൻ നിലവിലിരിക്കെയാണ് വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ ഹാജരാകാൻ പുറമേ നിന്ന് ഇത്രയും വലിയ തുക നൽകി മറ്റൊരു അഭിഭാഷകനെ കൊണ്ടുവന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിലെ SFIOയുടെ അന്വേഷണം അത് റദ്ദ് ചെയ്യേണ്ടതാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ കേസ് നടത്താൻ അഡ്വക്കേറ്റ് CS വൈദ്യനാഥൻ എത്തുന്നതും അദ്ദേഹത്തിന് KSIDC 82.5 ലക്ഷം രൂപ നൽകുന്നതും. നിയമോപദേശം നൽകാൻ പ്രതിവർഷം 3.36 ലക്ഷം രൂപ നൽകി PU ശൈലജൻ എന്ന അഭിഭാഷകൻ പൊതുമേഖലാ സ്ഥാപനത്തിന് ഉണ്ടെന്നിരിക്കെയാണ് ഈ കേസിൽ മാത്രം പുറമേ നിന്ന് വൻ തുകയ്ക്ക് അഭിഭാഷകനെ നിയോഗിച്ചത് എന്നുള്ളതാണ് വസ്തുത. ഈ കഴിഞ്ഞുപോയ ജനുവരി 24, ഫെബ്രുവരി 7, 12 എന്നീ ദിവസങ്ങളിലാണ് 3 സിറ്റിംഗിനായി കനത്ത പ്രതിഫലം നൽകിയിരിക്കുന്നത്. പ്രോപ്പർ ചാനൽ പ്രസിഡന്റ് MK ഹരിദാസിന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് KSIDCയുടെ ഈ വെളിപ്പെടുത്തൽ. 2022-23 കാലയളവിൽ ഈ വിഷയത്തിലെ നിയമോപദേശത്തിന് KSIDC 4.05 ലക്ഷം രൂപ വേറെയും ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസിൽ പുറമേ നിന്ന് നിയമോപദേശം തേടാൻ ചെലവഴിച്ച വൻ തുകയ്ക്ക് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള KSIDC അധികൃതർ ഉത്തരവാദികളാണ് എന്നുള്ളതാണ്. സർക്കാർ ഉടമസ്ഥതയിലുള്ള KSIDCയുടെ അഭിഭാഷക ചെലവിനെക്കുറിച്ച് ഉത്തരം പറയുവാൻ സർക്കാരിനും അതിലൂടെ ബാധ്യതയുണ്ട് എന്നതാണ്. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കുവാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല എന്നുള്ളത് കൂടി ഓർക്കുക. KSIDCയുടെ അഭിഭാഷക ചെലവിനെക്കുറിച്ച് അവരോട് തന്നെ ചോദിക്കണമെന്ന് തന്നെയാണ് MV ഗോവിന്ദൻ പറഞ്ഞു വെച്ചത്. അതേസമയം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ടാണ്. മാസപ്പടി കേസിൽ എക്സാലോജിക്കുമായുള്ള ഇടപാടിൻ്റെ പൂർണ്ണരേഖകൾ CMRL കൈമാറുന്നില്ല എന്ന് ED കോടതിയിൽ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കരാർ രേഖകളടക്കം കൈമാറിയില്ല എന്ന് ED പറയുന്നു. ED ആവശ്യപ്പെട്ടത് സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും കരാർ രേഖകളുമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ചീഫ് ഫിനാൻസ് മാനേജറായിട്ടുള്ള P സുരേഷ് കുമാറും കരാർ രേഖ ഹാജരാക്കിയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യവും വസ്തുതയും. ആവശ്യപ്പെട്ട രേഖകൾ ആദായനികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് പരിശോധിക്കുകയും തീർപ്പാക്കുകയും ചെയ്തു എന്നാണ് സുരേഷ് കുമാർ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തീർപ്പാക്കിയ കേസിൻ്റെ രേഖകൾ കൈമാറാൻ സാധിക്കില്ലെന്ന മറുപടിയാണ് നൽകിയത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അറിയില്ല എന്നുള്ളൊരു മറുപടി കൂടിയാണ് ഈ ഉദ്യോഗസ്ഥർ നൽകുന്നത് എന്ന് ED പറയുകയും ചെയ്യുന്നുണ്ട്. സുരേഷ് കുമാറിനെയും മുൻ ക്യാഷ്യറായിട്ടുള്ള വാസുദേവനെയും ചോദ്യം ചെയ്തു കഴിഞ്ഞു. അതിനിടെ മാസപ്പടി കേസിൽ SFIO ED അന്വേഷണങ്ങൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് CMRL ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. കമ്പനിയുടെ ഹർജിയിൽ കമ്പനികാര്യ മന്ത്രാലയത്തിന് ഡൽഹി ഹൈക്കോടതി എന്ന് പറയപ്പെടുന്ന ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആദായനികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് തീർപ്പാക്കിയതാണ് എന്നും ഇനി മറ്റന്വേഷണത്തിന് ആവശ്യമില്ല എന്നും CMRL ഹർജിയിൽ വ്യക്തമാക്കുകയാണ്. അതായത് ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളോ മൊഴിയുടെ വിവരങ്ങളോ മറ്റന്വേഷണ ഏജൻസികൾക്ക് കൈമാറരുത് എന്നും CMRL നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ അനുവദിക്കരുത് എന്നുകൂടി ആവശ്യപ്പെടുകയാണവർ. എന്തുകൊണ്ടാണ് CMRLും KSIDCയും അടക്കമുള്ളവർ ഇങ്ങനെ വല്ലാതെ ഭയന്നു പോകുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നടക്കം 82.5 ലക്ഷം രൂപ ചെലവഴിച്ച അഭിഭാഷകനെ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? മുഖ്യമന്ത്രി പലപ്പോഴും പറയുന്നത് പോലെ മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വഴിയിൽ ഭയക്കുന്നത്? നമ്മൾ ഇവിടെ 3.5 ലക്ഷം രൂപ കൊടുത്തിരുത്തിയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ അഭിഭാഷകർ ഉണ്ട് എന്നിരിക്കെ പുറമേ നിന്ന് 3 സിറ്റിങ്ങിന് 82.5 ലക്ഷം രൂപ കൊടുത്ത് ഒരു അഭിഭാഷകനെ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? മകൾ പൂർണ്ണമായും അകത്താകരുത് എന്നും ഇനി മകൾ അകത്താതിനോടൊപ്പം താനും അകത്താകുമോ എന്നുള്ള ഭയവുമാണോ പിണറായി വിജയനെ കൊണ്ട് ഇത്തരത്തിൽ ചെയ്യിപ്പിക്കുന്നത്? EDയുടെ അന്വേഷണം മുറുകി നിൽക്കെ, SFIOയുടെ അന്വേഷണം മുറുകി നിൽക്കെ അവരുടെ റിപ്പോർട്ടുകൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം സഹകരണ ബാങ്കുകളിൽ പ്രവർത്തിച്ചിരുന്നവരവരുടെ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അവരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ KSIDCയുടെയും CMRLൻ്റെയും ഹർജികൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് എന്താണെന്നുള്ള കാര്യം വ്യക്തമാണ്. പൊതുജനങ്ങൾ ഇത് തിരിച്ചറിയുന്നു. കാരണം പൊതുഖജനാവിൽ നിന്ന് പോകുന്ന 82.5 ലക്ഷം രൂപ 3 സിറ്റിങ്ങുകൾക്കായിട്ട് നൽകേണ്ടി വരുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു? അപ്പോൾ അതുണ്ടായിരിക്കുന്നത് പിണറായി വിജയൻ്റെ മകൾ കൂടി ഉൾപ്പെട്ട എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളായതുകൊണ്ട്, കേസായതുകൊണ്ട് മാത്രം തന്നെയാണ് വീണ വിജയൻ ജയിലിൽ പോകാതിരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇത്രയും തുക നൽകി, ഇത്രയും തുക 3 സിറ്റിങ്ങിന് 82.5 ലക്ഷം രൂപ വരെ നൽകി അഭിഭാഷകരെ കൊണ്ടുവന്ന്
ഇത് സ്റ്റേ ചെയ്യിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് മകൾ ജയിലിലേക്ക് പോകരുത് എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. മകൾ ജയിലിലേക്ക് പോയാൽ താനും ജയിലിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് എന്തുകൊണ്ടോ പിണറായി വിജയൻ ഭയക്കുന്നുണ്ട്. ആ ഭയം മാറ്റിയെടുക്കുന്നതിന് കോടികൾ മുടക്കി അഭിഭാഷകരെ കൊണ്ടുവന്നാലൊന്നും തീരില്ല എന്ന് കൂടി പറയട്ടെ. അതായത് ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ മകളും കൃത്യമായി വെള്ളം കുടിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ മടിയിൽ കനമുണ്ടെങ്കിൽ മാത്രമാണ് വഴിയിൽ ഭയക്കേണ്ടത് എന്ന് പറയുന്നത് ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് താങ്കൾക്ക് ചേരുന്ന വളരെ അനുയോജ്യമായിട്ടുള്ളൊരു പഴഞ്ചൊല്ലാണ് എന്ന് താങ്കൾ തന്നെ മനസ്സിലാക്കുക.